ഫയലിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് സ്റ്റോർ കീപ്പർ, സെയിൽസ്മാൻ, അറ്റൻഡർ എന്നീ തസ്തികകളിലേക്കായിട്ട് നടത്തിയ മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 49/2026. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറോട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഷാമാൽ ആണ്. ഷാമാൽ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? സംക്ഷേപ വേദാർത്ഥം. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത്? ചൗരി ചൗര സംഭവം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഉസ്മാൻ ഡെംബേലെ. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? തന്നിരിക്കുന്നു: ചമ്പൽ ബനാസ്, കൃഷ്ണ ഇന്ദ്രാവതി, ഗോദാവരി കൊയ്ന, കാവേരി കബനി. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ശരിക്കും ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരം വരേണ്ടത് 1, 4 എന്നിവ. ചമ്പൽ ബനാസ്, അതുപോലെ കാവേരി കബനി എന്നിവയാണ് ശരിയായിട്ടുള്ള പോഷക നദികൾ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് കൊയ്ന, അതുപോലെ ഇന്ദ്രാവതി എന്നത് ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം: ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം? തിരാവൃത്തി. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം: വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1. വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം സി ആണ്. 2, 3 ശരിയാണ്. വയനാട് ജില്ല രൂപീകൃതമായ വർഷം 1980 ആണ്. 1980. അടുത്ത ചോദ്യം: 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുവാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏത്? ഓപ്ഷൻ എ ആണ് ചിറ്റൂർ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? റഷ്യ. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല പ്രാഥമിക മേഖല.
താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ ഏത്? പ്രതിശീർഷ വരുമാനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതി ഏത്? തൊഴിൽ നികുതി. ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് JB സേ. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാരാണ്. ഇവിടെ തന്നിരിക്കുന്നു: സാക്കിർ ഹുസൈൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, VV ഗിരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, CBAD. സാക്കിർ ഹുസൈൻ രാഷ്ട്രപതിയായിരുന്ന കാലയളവ് 1967 മുതൽ 1969 ആയിരുന്നു. അതുപോലെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1962 മുതൽ 1967 വരെയായിരുന്നു. രാജേന്ദ്ര പ്രസാദ് 1950 മുതൽ 1962. VV ഗിരി 1969 മുതൽ 1974. രാജ്യസഭ 6 വർഷം രാജ്യസഭ. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ചേരുംപടി ചേർക്കുക. അംഗത്തിന്റെ കാലാവധി 6 വർഷം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അംഗത്തിന്റെ കാലാവധി 6 വർഷം. രാജ്യസഭ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ലോകസഭ. രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ലോകസഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 58. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെ? ഓപ്ഷൻ സി ആണ്, 3 മാത്രം. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി ആണ്, ഇവരാരുമല്ല. ചേരുംപടി ചേർക്കുക. 25ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ 15% കവിയാൻ പാടില്ല. 74ാം ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. 86ാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി. 42ാം ഭരണഘടനാ ഭേദഗതി ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവയിൽ ആരാണ്? അജിത് ഡോവൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഓപ്ഷൻ സി ആണ്, 1, 3. ഭരണഘടനയുടെ 243K വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്നും മാറ്റാൻ കഴിയില്ല. തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2 മാത്രം ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അടുത്തത് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്?
ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്നാമത്തെയും രണ്ടാമത്തെയും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉം. അടുത്ത ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഓപ്ഷൻ ബി ആണ്. 1 മാത്രം ശരിയാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഇരവികുളം. കോശം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹൂക്ക്. പഴയീച്ച എന്നറിയപ്പെടുന്നത്? ഡ്രോസോഫില. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പീസ്. ലോക ഡയബറ്റീസ് ദിനമായി ആചരിക്കുന്നത്? നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? റെയ്ല ഒഡിങ്ങ. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷമേത്? 2026. ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ഓപ്ഷൻ സി 200 കിലോ കലോറി. 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? -5D. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശ അനുപ്രസ്ഥ തരംഗവുമാണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരി. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പുതിയ പാമ്പൻ പാലം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം 22.4 ലിറ്റർ. കപട സംക്രമണ മൂലകം സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? ഓപ്ഷൻ സി 23 ഓഗസ്റ്റ് 2023. ചിന്നത്തമ്പി അണ്ണാബി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്തി നേടി? ചവിട്ടുനാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? CK ലക്ഷ്മൺ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? തന്തപ്പേര്. മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? തിരുവാതിരപ്പാട്ട്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കൊടുങ്ങല്ലൂർ. 1 കിലോബൈറ്റ് സമം 1024 ബൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? മോസില്ല ഫയർഫോക്സ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? IT Act 2000. ആരാണ് WWW കണ്ടുപിടിച്ചത്? ടീം ബേർണേഴ്സ്ലി. ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള
ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പാൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആര്? അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് BR ഗവായ്. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതില്ലാത്തത്? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ. പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ 5 വർഷം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെ? ജില്ലാ കമ്മീഷൻ. 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയുക? മജിസ്ട്രേറ്റ്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കുവാൻ കഴിയുക? ഓപ്ഷൻ ഡി ആണ് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 72 ഓപ്ഷൻ ബി. 73ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 74 ഓപ്ഷൻ ഡി. 75ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 76ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. ഓപ്ഷൻ എ. 77 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 79 ഉത്തരം ഓപ്ഷൻ എ ആണ്. 80ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഹി സെർച്ച് ഡാഷ് ദ റിംഗ് എവറിവെയർ. 4. Choose the correct tense form of the verb given in brackets. Our school team dashed the cricket match last year. 1. The children are playing. Aren't they? Choose the correct passive form of the sentence given below. People will support us. Option B. We will be supported by the people. If she had taken a car, she dashed the station in time. Would have reached. Choose the correct antonym of the word rigid. Option B. Flexible. Choose the correct phrasal verb to complete the sentence. My sister tries to dash some money every month. Set aside. Choose the correct synonym of the word frivolous. Frivolous. Option D ആണ് ഉത്തരം. Silly. The masculine gender of which is wizard. Choose the correct one-word substitute for one talking a lot. Liquacious. Option B. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി. അനുകൂലമാവുക. അനുകൂലമാവുക. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി. അനാസ്ഥ. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. സ്വ പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം തരുണി. തത്തയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? പരഭൃതം. ഐഹികം എന്നതിന്റെ വിപരീത പദം പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നടികൾ.
ഹർഷത്തോടു കൂടി ഒറ്റപ്പദം എഴുതുക. സഹർഷം. അവസാനത്തെ ചോദ്യം ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിന്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്